بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رضي الله عنه باب الصلاة من الإيمان وقول الله تعالى وما كان الله ليضيع إيمانكم يعني صلاتكم عند البيت. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമളാനെ സംബന്ധിച്ച് പറഞ്ഞു, ബാബു സൗമു റമളാൻ ഇഹ്തിസാബൻ മിനൽ ഈമാൻ. അതിൻ്റെ ശേഷം ബാബു അദ്ദീനു യുസ്റുൻ എന്ന് പറഞ്ഞു. ആ ബാബിൽ ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ്, റമളാൻ നോമ്പും ദീനി യുസ്റും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി നാം പറഞ്ഞു. ദീനി യുസ്റാണ് എന്ന ബാബിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസിൽ വസ്തഈനു ബിൽ ഉദ്വത്തി വറൗഹത്തി വശയ്യിൻ മിനദ്ദുൽജാ എന്ന ഹദീസാണ് അതിൽ പറഞ്ഞത് അവസാനമായി. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ ഇസ്തിആനത്ത് ഉദ്വത്ത് കൊണ്ടും റൗഹത്ത് കൊണ്ടും ദുൽജത്തിൽ നിന്നുള്ള കുറച്ച് സമയത്തും നിങ്ങൾ പ്രത്യേകം സഹായം തേടണം അല്ലാഹുവിനോട്. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ആ സ്ഥലത്തുള്ള സമയത്തുള്ള ഇസ്തിആനത്തിൻ്റെ കൊണ്ട് കൽപ്പിച്ചതായ ആ പ്രത്യേകം 3 സമയത്തുള്ള ഇബാദത്ത്, അത് നിസ്കാരമാണ്. ഫർളാക്കപ്പെട്ട നിസ്കാരം പ്രത്യേകമായി, പിന്നെ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങളും, അതാണ് ഇവിടെ വിഷയം എന്ന് വരുത്താൻ വേണ്ടിയാണ് ഈ ബാബ് കൊണ്ടുവന്നത്. അപ്പോൾ ആ മുൻകഴിഞ്ഞ ബാബിലെ ഹദീസിൻ്റെ അർത്ഥം വിശദീകരിക്കലാണ് ഈ ബാബ് കൊണ്ടുള്ള ഉദ്ദേശമുള്ളത്. പ്രത്യേകം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പലരും മുനാസബത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നവരെ കാണാം. അതുകൊണ്ടാണ് നോമ്പിൻ്റെ ശേഷവും ഇതിനെ കൊണ്ടുവരാനുണ്ടായ കാരണം നോമ്പിനെ പറ്റി വിശദീകരിച്ചപ്പോൾ ദീനി യുസ്റ എന്നുള്ള വിഷയം പറയേണ്ടി വന്നു. ദീനി യുസ്റാണെന്ന് പറയുന്ന ഹദീസിലാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ ആ ഒതുവത്തിലുള്ള ശൈവൊന്ന് ഒതുവത്ത് കൊണ്ടും റൗഹത്ത് കൊണ്ടും ശയ്യുമിനെ ദുരജിത്ത് കൊണ്ടും തന്നെ ആ സമയത്തുള്ള ഇബാദത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. ആ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരമാണ്. അപ്പോൾ ഈ 3 സമയം, അതാണ് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ. ഉദ്വത്ത്, റൗഹത്ത്, ദുൽജത്ത്, ഇത് 3ലുമായിട്ടാണ് സുബഹി നിസ്കാരമുള്ളത്. ഉദ്വത്തിലാണ്, റൗഹത്തിലാണ് ളുഹ്ർ നിസ്കാരവും അശർ നിസ്കാരവും ഉള്ളത്. ദുൽജത്തിലാണ് മഗ്രിബും ഇശാവും ഉള്ളത്. അപ്പോൾ 5 വക്ത് നിസ്കാരത്തിൻ്റെ ടൈമാണ് ആ സൂചിപ്പിച്ചത്. അത് വ്യക്തമാക്കാൻ വേണ്ടി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബാബ് കൊണ്ടുവന്നു. പിന്നെ നിസ്കാരം ഈമാനിൽ പെട്ടതാണ് എന്നാണല്ലോ ബാബു. ഈ ബാബുൻ രണ്ടും വായിക്കാം. അസ്വലാത്തു മിനൽ ഈമാൻ, നിസ്കാരം ഈമാനിൽപ്പെട്ടതാണ് എന്നതാണ് വിഷയമുള്ളത്. അതിനേക്ക് തെളിവാണ് ചില ഇമാമിയങ്ങൾ ഒരു ബാബിട്ട് കഴിഞ്ഞാൽ ആ ബാബിനേക്ക് തെളിവായിട്ട് ആദ്യമായി ആയത്തോതും. അങ്ങനെ ആയത്ത് പറയുമ്പോൾ ആ ആയത്ത് ബാബല്ല, അത് ബാബ് കഴിഞ്ഞു. ആയത്ത് ബാബിനിക്ക് തെളിവായിട്ട് ആയത്തോതാണ്. പിന്നെ ആയത്തിൻ്റെ സബബിൽ കൂടെയാണ് ആയത്തിൻ്റെ വിശദീകരണം നൽകുന്നത്. പിന്നെ അടുത്ത ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് ആയത്തിൻ്റെ സബബുൻ നുസൂൽ, അത് വിശദീകരിക്കുകയാണ്. അപ്പം ബാബ് അസ്വലാത്തു മിനൽ ഈമാൻ, അതിൻ്റെ തെളിവ് ഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല്, വമാ കാന അല്ലാഹു
ലിയുദീഅ ഈമാനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടില്ല, ലിയുദീഅ അവൻ പാഴാക്കുന്നവനായിട്ടില്ല, ഈമാനക്കും നിങ്ങൾക്കുള്ള ഈമാന്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി വിശദീകരിക്കുന്നു, യഅനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വലാത്തക്കും നിങ്ങൾക്കുള്ള നിസ്കാരത്തെയാണ്. ഇന്ദൽ ബൈത്ത് കഅബത്തിന്റെ അടുത്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ നിസ്കാരം. ആ കഅബത്തിലുള്ള നിസ്കാരം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നാണ് സ്വീകരിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ കിബിലയാക്കി വച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസാണ് കിബില. പിന്നീടാണ് ആ കിബില മാറ്റിയത് മദീനത്ത് വന്നതിൻ്റെ ശേഷം. അപ്പം മദീനത്ത് വന്ന് 16-17 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇസ്രാഇൻ്റെ രാത്രി വാജിബാക്കിയതായ പരിശുദ്ധ 5 വക്ത് നിസ്കാരങ്ങൾ. ആ നിസ്കാരത്തിനുകൾക്ക് അന്ന് മുതൽ ഫർളാക്കിയോടെ മുതൽ മദീനയിൽ വന്ന് കിബില തിരിക്കുന്നത് വരേക്കുമുള്ള ദീർഘമായ 35 മാസവും 18 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അത് കഅബയുടെ അടുത്ത് വച്ചാകുമ്പോൾ കഅബൻ്റെ മുന്നിൽ വെച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയും. കഅബൻ്റെ അടുത്തല്ലാതിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാത്രം തിരിയും. ഇങ്ങനെ എന്തായാലും ലൈലത്തുൽ ഇസ്റായിൽ നിസ്കാരം ഫർളാക്കിയോടെ മുതൽ മദീനയിൽ വന്ന് കിബില തിരിക്കുന്നത് വരേക്കുമുള്ള ആ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അതാണ് കഅബയിലേക്ക് കിബില തിരിച്ചപ്പോൾ സ്വഹാബത്തിനുള്ള സംശയം, അതാണ് ഹദീസിൽ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേവലാതിപ്പെടുകയാണ്, ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം, എന്നാൽ ജീവിച്ച് സംസ്കാരം വാജിബായതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയ മഹാന്മാർ ധാരാളമുണ്ട്. അവരുടെ നിസ്കാരം, അവരുടെ ഇബാദത്ത് അതൊരു സൽക്കർമ്മമായി എണ്ണുമോ? കാരണം മുൻകാല പ്രാബല്യത്തോടു കൂടെയാണോ ഈ നിസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിബിലയെ പിൻവലിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അതുവരേക്കുമുള്ള നിസ്കാരത്തിനക്ക് കൂലിണ്ടാവൂല. അങ്ങനെ മുൻകഴിഞ്ഞു പോയ നിസ്കാരങ്ങൾക്ക്, കഅബ കിബിലയാക്കാത്ത നിസ്കാരങ്ങൾക്കൊന്നും പ്രാബല്യമില്ല, അതിനക്ക് പ്രാധാന്യമില്ല എന്ന നിലക്ക് ആയേക്കാലോ ഇത് വാജിബാക്കിയത്. ഒരു സംഗതി പിൻവലിക്കുമ്പോൾ ആ പിൻവലിക്കൽ അന്ന് മുതൽ നിലവിലും വരാം. മുൻകാല പ്രാബല്യത്തോടു കൂടെയാകുമ്പോൾ തന്നെ മുൻകാലത്ത് ചെയ്തത് പരിഗണിക്കാതെയാവാം, മടക്കി ചെയ്യേണ്ട രീതിയിലാവാൻ പല രീതിയിലുമാവാം. അതുകൊണ്ട് കഴിഞ്ഞു പോയ ആളുകൾ നിസ്കാരം വാജിബായതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാത്രം തിരിഞ്ഞ് നിസ്കരിച്ച ആളുകൾ, അവരുടെ നിസ്കാരത്തിൻ്റെ കഥ എന്താണ് എന്നുള്ള ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്, വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും, മുൻ പ്രാബല്യത്തോടു കൂടെയല്ല നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾ ചെയ്ത കഅബത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതും, കഅബത്തിൻ്റെ അടുത്ത് വെച്ചിട്ടല്ലാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതും എല്ലാം അല്ലാഹു പാഴാക്കൂല എന്നുള്ള ആയത്തിറങ്ങുന്നത്. ഇന്ദൽ ബൈത്തി എന്ന് ഇമാം ബുഖാരിയുടെ എല്ലാ റിവായത്തിലുമുണ്ടെന്നാണ് മഹാന്മാർ പറയുന്നത്. അത് ഇമാം ഫത്ഹുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ നല്ലൊരു ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ? കഅബത്തിൻ്റെ അടുത്ത് വെച്ച് ഹിജ്റൻ്റെ മുമ്പ് നിങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരങ്ങൾ, അത് നിസ്കരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിൽ അതുപോലും പാഴാക്കൂല എന്നുണ്ടെങ്കിൽ, മദീനത്ത് വന്നതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസ് വടക്ക് ഭാഗത്തേക്കാണ്,
കഅബ തെക്ക് ഭാഗത്താണുള്ളത്. അങ്ങനെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു കഅബനെ ബാക്കിലാക്കി നിസ്കരിച്ചാതോ അത് പിന്നെ എന്തായാലും മുംകിനല്ലല്ലോ കഅബയിലേക്ക് തിരിയല്. അത് ഏതായാലും നഷ്ടപ്പെടുത്തൂല. കഅബയുടെ അടുത്ത് വെച്ച് പോലും നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞത് പാഴാക്കൂല എന്ന് വെക്കുമ്പം ഒന്നും തന്നെ പാഴാക്കൂല എന്നർത്ഥം കിട്ടും. ആ ഒരു മുബാലകാണ് ഇന്ദൽ ബൈത്തി എന്ന് കൊണ്ടുവന്നത്. നാം ചർച്ച ചെയ്തു വരുന്നത് വഖൗലുല്ലാഹി എന്നത് വാവർഫ് ആതിഫല്ല, അസ്വലാത്തു മിനൽ ഈമാൻ നമുക്ക് ആതിഫല്ല. ഇത് ബാബിൻ്റെ ഭാഗ്യല്ല. ബാബ് രണ്ടെണ്ണം, അസ്വലാത്തു മിനൽ ഈമാൻ എന്നും വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും എന്ന അള്ളാഹുവിൻ്റെ കൗലും വിശദീകരിക്കുന്ന ബാബ് എന്നല്ല. പിന്നെന്താണ്? വഖൗലു എന്നാണ് വായിക്കേണ്ടത്. വഖൗലി എന്നല്ല, വഖൗലു റഫ് കൊണ്ട് വായിക്കുക. റഫ് കൊണ്ട് വായിക്കുമ്പോൾ അത് ഒന്നിരിക്കൽ കൗലു എന്നുള്ള മഅദൂഫായ മുബ്തദനെ ഖബറാക്കുക. മഅദൂഫായ മുബ്തദ എന്താ? വദ്ദലീലു അലൈഹി, നിസ്കാരം ഈമാനിൽ പെട്ടതാണ് എന്നെനിക്കുള്ള തെളിവ് അല്ലാഹു തആലാന്റെ കൗല്. എന്താ അവിടെ? അല്ലാഹു തആല ഈമാൻ വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും എന്നോർത്തുള്ള ഈമാൻ എന്ന് പറഞ്ഞ നിസ്കാരത്തെ പറ്റിയാണ്. ആ നിസ്കാരത്തെ പറ്റി ഈമാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ഈമാനിൽപ്പെട്ട തന്നെയാണ്, വ്യക്തമായ തെളിവായി. അല്ലെങ്കിൽ വഖൗലു എന്ന് പറയുന്നത് മുബ്തദാക്കുക, ഖബർ കളയപ്പെട്ടതാക്കുക. അപ്പം എന്തർത്ഥം വരും? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൗല് വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും യഅനി സ്വലാത്തക്കും ഇൻദൽ ബൈത്തി എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൗലാകുന്നത് അതിനേക്ക് തെളിവാണ്. അത് കൂട്ടി കൊടുക്കുക. യദുല്ലു അലൈഹി, ഈ കൗൽ അതിനേക്ക് തെളിവ്, ദലീലുൻ അലൈഹി, അതിൻ്റെ മേൽ ദലീലാണ്. അവിടെ വാവ് ഇസ്തിനാഫിനെ കണ്ട് വാവ് മഷൂറായതല്ലേ. മുതഅല്ലിമീങ്ങളായ കാലത്ത് തന്നെ വാവ് ഉറഫ് ഇസ്തിനാഫ് തുടക്കത്തിൽ വരുന്ന വാവിനിക്ക് ഇസ്തിനാഫ് എന്ന് പറഞ്ഞതാണല്ലോ. അത്തഫിൻ്റെ വാവല്ല അത്. ചില ആൾക്ക് അതാ പ്രശ്നം. അവിടെ വാവുണ്ടല്ലോ, വാവുണ്ടാകുമ്പോൾ വാവ് അത്തഫിനൊക്കെ വരുള്ളൂ എന്ന് ആര് പറഞ്ഞതാ? വാവ് ഇസ്തിനാഫിനേക്കും വരുമല്ലോ. ഇങ്ങനെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടെ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഹദീസിൽ സ്വലാത്ത് ഈമാനിൽ പെട്ടതാണ് എന്നൊന്നും ഹദീസിൽ വ്യക്തമായിട്ട് പറയണേ ഇല്ല. പിന്നെ ഹദീസിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാൻ സ്വലാത്ത് ഈമാനിൽ പെട്ടതാണ് ഹദീസിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ബാബിനേക്കുള്ള തെളിവ് ഈ ആയത്താണ്. പരിശുദ്ധവും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹുൽ ബുഖാരി എന്ന കിതാബ് വെറും ഹദീസ് മാത്രം പറയാനുള്ള കിതാബല്ല. ഹദീസിൽ നിന്ന് എന്തെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുമോ അത് വിശദീകരിക്കും. അതുപോലെ പരിശുദ്ധ ഖുർആനിനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കും. ഇവിടെ അല്ലാഹുവിൻ്റെ ഖുർആനിലുള്ള ഒരു ആയത്തിനിക്കുള്ള സബബുന്നുസൂലായി വരുന്ന ഹദീസ, സബബിനെയാണ് ഇവിടെ വിശദീകരിക്കുന്ന ഹദീസ് കൊണ്ട്. ആ സബബിൽ നിന്ന് ആയത്തിനർത്ഥം മനസ്സിലാകും. ആ ആയത്തിൽ നിന്നാണ് ബാബിനിക്ക് തെളിവ് വരുന്നത്. എത്ര നല്ല പ്രയോഗമാണത്. അവൻ അധിക ശാരീങ്ങളും ഇവിടെ പെട്ടത് ഇങ്ങനെയാണ്. അസ്ബാബു എന്നതിൻ്റെ മുലാഫിലഹിയാണ് അസ്വലാത്തു മിനൽ ഈമാൻ എന്ന മുത്തിഖബറും കൂടിയ ജുംല. അയിമക്ക് അത്ഫാണ് വഖൗലില്ലാ എന്ന് പറയുന്ന അസ്വലാത്തു മിനൽ ഈമാൻ എന്ന ബാബിൻ്റെ മുലാഫിലേക്ക് അത്ഫായിട്ട് വഖൗലില്ലാ എന്ന് വായിക്കണം. അപ്പോൾ തർജ്ജമ രണ്ടെണ്ണാണ്. അപ്പോൾ ചോദ്യം വരും, ഒന്നാമത്തെ തർജ്ജമക്കൂടെ ഹദീസ് തെളിവുണ്ടോ? അതിന് മറുപടി അറിയാൻ കഴിയൂല. അങ്ങനെ കൗലില്ല എന്ന് വായിക്കേണ്ടതില്ല. നാം പറഞ്ഞ മാതിരി പരിശുദ്ധ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആനിനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കും, ഹദീസിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കും. ആ കിട്ടുന്ന കാര്യങ്ങൾ ബാബിൽ കൊണ്ടുവരും. ഇങ്ങനെ പല ശൈലിയിലുള്ള ഒരു വലിയ അത്ഭുതകരമായ കിതാബാണ് ഇമാം ബുഖാരിയുടേത്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബുഖാരി ഓതേണ്ടത്. വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും യഅനി സ്വലാത്തക്കും ഇൻദൽ ബൈത്ത്. അപ്പോൾ ഇൻദൽ ബൈത്തി എന്ന് പറയുന്നത് ബൈത്ത് കൊണ്ട് മുറാദ് മസ്ജിദ് ബഹുമാനപ്പെട്ട കഅബ ശരീഫ് തന്നെയാണ്. അപ്പോൾ കഅബയുടെ അടുത്ത് വെച്ച് നിങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരം, എങ്ങനെ നിസ്കരിച്ച നിസ്കാരം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാതെ നിസ്കരിച്ച നിസ്കാരം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി.
ഇസ്രാഇൻ്റെ അന്ന് പരിശുദ്ധ പരിശുദ്ധ നിസ്കാരത്തെ 5 വക്ത് വാജിബാക്കി. ആ വാജിബാക്കിയോടെ മുതൽ തന്നെ അന്നത്തെ കിബില മക്കയിലായിരിക്കുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി വിശദീകരിക്കുകയാണ്. അധിക ആളുകളും മനസ്സിലാക്കി വെക്കുന്നത് ഇങ്ങനെയാണ്. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുണ്ടായപ്പോൾ കിബില കഅബയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള അഹ്ലു കിതാബികളെയും ജൂതന്മാരെയും നസ്രാനികളെയും തൃപ്തിയാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിബില അത് കഅബയെ നസ്ഖ് ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കാക്കി. പിന്നീട് 16-17 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം അതിനെ തിരിച്ച് കഅബയിലേക്ക് തന്നെ ആക്കി തങ്ങളുടെ താല്പര്യപ്രകാരം. കിബിലൻ്റെ വിഷയത്തിൽ 2 പ്രാവശ്യം നസ്ഖ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചവരുണ്ട്. ആ മനസ്സിലാക്കിയതുകൊണ്ട് 2 വട്ടം നസ്ഖ് ചെയ്തുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഇമാമിങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ 2 റിസ്ക് ഉണ്ടായിട്ടില്ല, ഒറ്റ റിസ്കേ ഉണ്ടായിട്ടുള്ളൂ. ലൈലത്തുൽ ഇസ്രാഇൻ്റെ അന്ന് പരിശുദ്ധ റമളാൻ നമസ്കാരത്തെ ഫർളാക്കിയതോട് കൂടെ നിസ്കാരത്തിൻ്റെ കിബിലയായി നിശ്ചയിച്ചു കൊടുത്തിരുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം വാങ്ങാൻ വേണ്ടി പോയത്, ഇസ്രാ മിറാജിന് വേണ്ടി പോയത് ബൈത്തുൽ മുഖദ്ദസ് എന്നാണല്ലോ. അതെന്നായിരുന്നു കിബില. പിന്നീട് 35 മാസവും 18 ദിവസവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഖദ്റ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാ എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്തുകളെ ഇറങ്ങി ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തിറങ്ങുന്നത്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് أبو عبد الله محمد بن إسماعيل البخاري رحمه الله حدثنا عمرو بن خالد قال حدثنا زهير قال حدثنا أبو إسحاق عن البراء بن عازب أن النبي صلى الله عليه وسلم كان أول ما قدم المدينة نزل على أجداده أو قال أخواله من الأنصار وأنه صلى قبل بيت المقدس 16 شهرا أو 17 شهرا وكان يعجبه أن تكون قبلته قبل البيت وأنه صلى أول صلاة صلاها صلاة العصر وصلى معه قوم فخرج رجل ممن صلى معه فمر على أهل مسجد وهم راكعون فقال أشهد بالله لقد صليت مع رسول الله صلى الله عليه وسلم قبل مكة فداروا كما هم قبل البيت وكانت اليهود قد أعجبهم إذ كان يصلي قبل بيت المقدس وأهل الكتاب فلما ولى وجهه قبل البيت أنكروا ذلك. ഈ ഹദീസിലുള്ള റാവികൾ 4 ആളുകളാണ്. ഒന്ന് അബുൽ ഹസൻ അംർ ബിഫത്തിഹിൽ ഐനി വസുകൂനിൽ മീമി. അബുൽ ഹസൻ അംറു ബിനു ഖാലിദ് ബിന് ഫറൂഖ ബിന് സഈദ് ബിന് അബ്ദുറഹ്മാൻ ഇബ്നു വാഖിദ് ബിന് ലൈസ് ബിന് വാഖിദ് ബിൻ അബ്ദുല്ലാഹിൽ ഹൻളലിയു അൽ ജസരിയു അൽ ഹറാനിയു
അവരാണ്. അവർ ധാരാളം വലിയ മഹാന്മാരായ മശായിഖന്മാരുള്ളവരാണ്. ബഹുമാനപ്പെട്ട ലൈസ് റളിയല്ലാഹു അൻഹു, അബൂ ലഹീഅ റളിയല്ലാഹു അൻഹു അതല്ലാത്തവരും. ഈ അബൂ ലഹീഅ എന്ന് പറയുന്നത് അബൂ ദാവൂദ്, തുർമുദി അവരുടെ എല്ലാം ഉസ്താദാണ്. വലിയ സൂഫിയാണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾക്ക് വലിയൊരു അഭിപ്രായമുള്ള ആളല്ല അബൂ ലഹീഅ. അതുപോലെ മഹാനവറുകളുടെ ശിഷ്യന്മാർ, അംർ ബിൻ ഖാലിദ് എന്ന ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി. അതുപോലെ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. ഈ അംർ ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ അബൂ സുർആ റളിയല്ലാഹു അൻഹു, അത് ഇമാം ബുഖാരി ഇവരുടെ അംർ ബിൻ ഖാലിദ് എന്നുള്ള ശിഷ്യനാണ്. ധാരാളം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മാജയ്ക്ക് ഈ അംർ ബിൻ ഖാലിദിനെ തൊട്ട് നേരിട്ട് ഹദീസ് കിട്ടിയിട്ടില്ല. അവർ അംർ ബിൻ ഖാലിദിൻ്റെ ഒരു ശിഷ്യൻ മുഖേനയാണ് ഇബ്നു മാലിക് റളിയല്ലാഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അബൂ ഹാത്തിം അർ റാസി പറയുന്നത് സദൂഖുൻ, സത്യം മാത്രം പറയുന്നവരാണ്. അവർ വഫാത്താകുന്നത് 229 മിസ്റിൽ വച്ചിട്ട്. ചില ആളുകൾ ഇവരെ സംബന്ധിച്ച് ഉമർ ബിൻ ഖാലിദ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ അംർ എന്നാണ്, റാവിൻ്റെ ശേഷം വാവുണ്ട്. എന്നാൽ വാവിന് എഴുതാതെ ഉമർ ബിൻ ഖാലിദ് എന്ന് പറഞ്ഞവരുണ്ട്. അത് തെറ്റുപറ്റിയതാണ് എന്ന് ബുഖാരിയുടെ തന്നെ ചില റാവികളുടെ റിപ്പോർട്ടിൽ ഈ സ്ഥലത്ത് ഉമർ ബിൻ ഖാലിദ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. അത് തെറ്റ് പറ്റിയതാണ്. റാവിൻ്റെ ശേഷം വാവ് എഴുതാൻ മറന്നപ്പം പിന്നെ ഉമർ എന്ന് വായിച്ചതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരെ കൂട്ടത്തിൽ ഉമർ ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഒരാളും തന്നെ ഇല്ല. അങ്ങനല്ല, ബുഖാരിയുടെ ഉസ്താദന്മാരല്ല, മശായിഖന്മാരുടെ കൂട്ടത്തിലും ഉമർ ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഒരാളില്ല എന്നുള്ളതാണ് ശരി. വലാ ഫീ റിജാലിൽ കുതുബി സിത്ത, ശിഹാബു സിത്തൻ്റെ കിതാബുകളിലെ റാവികളെ കൂട്ടത്തിലൊന്നും ഉമർ ബിൻ ഖാലിദ് എന്നില്ല. ഏതെങ്കിലും നുസ്ഖകളിൽ ഉമർ എന്ന് പറയുമ്പോൾ ഐന് മീമ് റാ ഉണ്ടാവുള്ളൂ. അംർ എന്ന് പറയുമ്പം ഐന് മീമ് റാ വാവ് ഉണ്ടാവും. ഈ ഓതുന്ന കാലത്ത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നതിനുള്ള ചരിത്രങ്ങളൊക്കെ പഠിച്ച് വെക്കണ. ദാവൂദിൻ്റെ റാഗിനെ എടുത്ത് ഇവിടെ കൊടുത്ത അതൊക്കെ ചരിത്രങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകണില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നുസ്ഖയിൽ കണ്ടാൽ അത് റാഗ് എഴുതി കൊടുത്ത് അംർ എന്നാക്കണം എന്ന് ഇമാമിങ്ങൾ പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അംർ ബിൻ ഖാലിദുൽ കൂഫി എന്ന് പറയുന്ന അംർ ബിൻ ഖാലിദുൽ വാസിത്തി ഉണ്ട്. അദ്ദേഹം ആണെങ്കിൽ മുങ്കറുൽ ഹദീസുമാണ്. അംർ ബിൻ ഖാലിദുൽ വാസിത്തി. രണ്ടാമത്തത് സുഹൈർ, ബഹുമാനപ്പെട്ട അംർ ബിൻ ഖാലിദിൻ്റെ ഉസ്താദ്. ഖാല ഹദ്ദസനാ സുഹൈറുൻ ബിസിഗത്തി തസ്ഗീർ, സഹീർ എന്നല്ല സുഹൈർ ഇബ്നു മുആവിയത്ത് ഇബ്നു ഹുദൈജ് ബിളമ്മിൽ ഹായി വഫത്തി ദാലിൽ മുഹ്മലത്തൈനി വബിൽ ജീമി ഹുദൈജ്. സുഹൈർ ഇബ്നു മുആവിയത്ത് ഇബ്നു ഹുദൈജ് എന്നാണ് അവരുടെ പേര്. അവർ ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. വളരെ പ്രസിദ്ധനാണ്, വളരെ അറിയപ്പെട്ട ആളുമാണ്. ധാരാളം ഉസ്താദന്മാർ, അവർക്ക് ഉസ്താദന്മാർ, ബൻഹാന്മാർ ഉസ്താദന്മാരായിട്ടുമുണ്ട്, ധാരാളം ശിഷ്യന്മാരുമുണ്ട്. വത്തഫഖു അലാ ജലാലതിഹി വഹുസ്നി ലഫ്ളിഹി വഇത്ഖാനിഹി. അവർ വളരെ ജലാലത്തുടേവരാണ്, വളർമ്മ ഉടയവരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ നല്ല വാക്കുകളാണ്. ഇമാമിങ്ങളെ തൊട്ട് ഉസ്താദന്മാരെ തൊട്ട് കേട്ട വാക്ക് അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ വലിയ കഴിവുള്ളവരാണ്.
അബൂ സുറ റാസി മഹാനർകൾ പറയാണ് ഹുവ സിക്കത്തുൻ, അവർ സിക്കത്താണ് സുഹൈർ. ഇല്ലാ അന്നഹു സമിഅ മിൻ അബീ ഇസ്ഹാഖ ബഅദൽ ഇഖ്തിലാത്ത്. നമ്മുടെ റാവികളിൽപ്പെട്ട അബൂ ഇസ്ഹാഖ് സുഹൈർ എന്നവരുടെ ഉസ്താദായിട്ട് വരുന്നത് ഖാല ഹദ്ദസനാ അബൂ ഇസ്ഹാഖാണ്. എന്നാൽ ഈ അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്നവർ ഉസ്താദ് അവസാനത്തെ കാലം ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം അവർക്ക് ഒരു ചെറിയ ഇഖ്തിലാത്തുണ്ടായിരുന്നു. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു വാർദ്ധക്യ സഹജമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് അബൂ ഇസ്ഹാഖ് എന്നവർ വക്കൽ നിന്ന് സുഹൈർ എന്നവർ ഹദീസ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അബൂ ഇസ്ഹാഖ് എന്നവരെ തൊട്ടുള്ള റിവായത്ത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ആ പറഞ്ഞ വിഷയത്തെ മുഴുവനും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തള്ളി. അബൂ ഇസ്ഹാഖ് എന്നവർ വക്കൽ നിന്ന് ഇഖ്തിലാത്ത് ഉണ്ടായതിൻ്റെ ശേഷം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല. അവർ വക്കൽ അബൂ ഇസ്ഹാഖിന് ഇഖ്തിലാത്ത് ഉണ്ടായിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ വളരെ ഉറപ്പുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സുഹൈർ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യലോട് കൂടെ ആ സംശയം മുഴുവനും ദൂരീകരിച്ചു. അബൂ ഇസ്ഹാഖ് വകാന ഖദ് ഫലജ ഖബ്ലഹു ബിസനത്തിൻ വനിസ്ഫിൻ ഔ നഹ്വിഹിമാ. ഇവർ വഫാത്താകുന്നതിൻ്റെ 1.5 കൊല്ലം മുമ്പ് അവർക്ക് വാദം പിടിപെട്ടിരുന്നു സുഹൈർ എന്നവർക്ക്. അവരുടെ വഫാത്തുള്ളത് 173-ലാണ്, അതല്ല 172-ലാണെന്നും അഭിപ്രായമുണ്ട്. അവരാണ് സുഹൈർ എന്നവർക്കാണ് മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ചെറിയ വാദം വന്നു, കുഴഞ്ഞു പോയിരുന്നു. അതിൻ്റെ ശേഷമാണ് വഫാത്തായത്. മൂന്നാമത്തെ റാവി നേരത്തെ പറഞ്ഞ അബൂ ഇസ്ഹാഖ് അംർ ബിൻ അബ്ദില്ലാഹി ബിൻ അലി എന്ന് പറയുന്ന മഹാനാണ്. അവർ കൂഫക്കാരനാണ്, താബിഇയാണ്, വലിയ പേരും പ്രസക്തിയുമുള്ളവരാണ്. അവരുടെ വിശ്വസ്തരാണ് എന്നുള്ളവരും അവർക്ക് ജലാലത്തുണ്ട് എന്നുള്ളതിൻ്റെ മേലും അഭിപ്രായ വ്യത്യാസമില്ലാത്തവരാണ്. അവരുടെ ജന്മമുള്ളത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ അവസാനത്തെ 2 കൊല്ലത്തിൻ്റെ മുമ്പായിട്ട്. അലി റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. ഇവരുടെ വക്കലിൽ നിന്നൊന്നും നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു പോലെയുള്ള ധാരാളം സ്വഹാബത്തിൻ്റെ വക്കലിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ശിഷ്യന്മാരായി ഈ സുഹൈർ അല്ലാതെ ധാരാളം വലിയവരുണ്ട്. നമ്മളെ ഖതാദ, തൈമി, അഅ്മശ് പോലെയുള്ള മഹാന്മാരായ താബീങ്ങൾ തന്നെ അവർക്ക് ശിഷ്യന്മാരായിട്ട് ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട ഇജിലി എന്ന് പറയുന്ന മഹാൻ പറയാണ്, അബൂ ഇസ്ഹാഖ് എന്നവർ സ്വഹാബത്തിൽ നിന്ന് 38 സ്വഹാബികളൊക്കെ നിന്ന് ഹദീസ് കേട്ട് പഠിച്ചിട്ടുണ്ട്. 38 സ്വഹാബികളെ കണ്ടിട്ടുള്ളൂ എന്നല്ല, കാണാൻ ധാരാളം സ്വഹാബികളെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനിച്ചവരല്ലേ, ധാരാളം സ്വഹാബികൾ ഒരു ശേഷം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അതിൽ നിന്ന് 38 സ്വഹാബികളെ വക്കൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മദീനി റളിയല്ലാഹു അൻഹു പറയുന്നത് 38 അല്ല 80 അല്ലെങ്കിൽ 70-80 സ്വഹാബികളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ള സ്വഹാബികളാണ്? ലം യർവി അൻഹും ഗൈറുഹു, അവരെ തൊട്ട് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് എന്നവർ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു മാത്രം ഹദീസ് റിപ്പോർട്ട് ചെയ്ത 70ഓളം സ്വഹാബികളുണ്ട് എന്ന് ഇബ്നു മദീൻ പറയുന്നുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 129-ലാണ് ഹിജ്റ. 4-മത് നമ്മുടെ റാവി ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, വാപ്പയും മകനും രണ്ടാളും, ബറാ റളിയല്ലാഹു അൻഹും ആസിബ് റളിയല്ലാഹു അൻഹും രണ്ടാളും സ്വഹാബികളാണ്. രണ്ടാളും ഔസ് കബീലയിൽപ്പെട്ടവരാണ്. അൻസാരിയായ ഔസ് കബീലയിൽപ്പെട്ടതായ അൻസാരിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മദീനയിലേക്ക് വരുമ്പോൾ അവർക്ക് 10 വയസ്സാണുള്ളത്. നബി തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ അവർക്ക് 12 വയസ്സാണ്. വാളും പരിചയവുമായി യുദ്ധത്തിൻ്റെ എല്ലാവിധ ആയുധങ്ങളും അണിഞ്ഞ് വസ്ത്രങ്ങളും അണിഞ്ഞ് യുദ്ധത്തിന് വേണ്ടി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടയാളികളെ തിരഞ്ഞെടുത്തപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെല്ലാം കൂടെ തിരിച്ചയച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഉഹദിൽ അവർ പങ്കെടുത്തു എന്നും പങ്കെടുത്തിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഉഹദിൽ അവർ പങ്കെടുത്തോ ഇല്ലേ എന്നുള്ളതിൽ സംശയമുണ്ട്. അതിലും കുട്ടിയായതുകൊണ്ട് നബി തങ്ങൾ കൊണ്ടുപോയിട്ടില്ല, അതെല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നും പറയുന്ന 2 റിവായത്തുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 15ഓ 14ഓ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. ബാക്കിയുള്ള എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് 305 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസുമായി പരിചയമുള്ളവർക്കറിയാം. ഹദീസിൻ്റെ ഏത് ബാബിലും ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹദീസുകൾ ധാരാളം വരുന്നതുണ്ട്. അവർ വൈവിധ്യമായ 305 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മുത്തഫഖ് അലൈഹിയായ ഹദീസ് 22 മുസ്ലിം റിപ്പോർട്ട് ചെയ്യാതെ ബുഖാരി ഇമാം മാത്രം റിപ്പോർട്ട് ചെയ്തത് 15. ബുഖാരിയിലില്ലാതെ മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 6. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം മഹാനവറുകൾ ഹദീസ് പഠിപ്പിക്കൽ കൊണ്ട് സോലായ മാതിരി തന്നെ നബി തങ്ങളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വളരെ കേമനാണ്. അതോടുകൂടെ തന്നെ പടയാളിയായിരുന്നു. പല യുദ്ധങ്ങളിലും മഹാനവറുകൾ യുദ്ധ നായകനായിട്ടുണ്ട്. പേർഷ്യൻ യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവോട് കൂടെ പേർഷ്യയിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധത്തിൽപ്പെട്ട ഭീകര യുദ്ധങ്ങളിൽപ്പെട്ട യുദ്ധമായിരുന്നു തുസ്തർ യുദ്ധം. ആ യുദ്ധത്തിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവോട് കൂടെ പടനായകനായി യുദ്ധം ചെയ്തിട്ടുണ്ട്. സിഫീനിലും ജമലിലും അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഖവാരിജിയാക്കളോടുള്ള യുദ്ധത്തിൽ, മുർത്തദീങ്ങളുടെ യുദ്ധത്തിൽ എല്ലാം അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇറാഖിലെ അമീറായി ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അമീറായ കാലത്താണ് കൂഫയിൽ വെച്ച് മഹാനവറുകൾ വഫാത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ റാവികളായി ധാരാളം താബികളുണ്ട്, സ്വഹാബികളുമുണ്ട്. പിതാവായ ആസിബ് എന്നവർ സ്വഹാബിയാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ആസിബ് എന്ന പേരുള്ള ഒരാളേ ഉള്ളൂ, ഒരൊറ്റ ആൾ, ആസിബ്, ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ ആള്.